നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജഗൻ അതിക്രമിച്ച് കയറി തെമ്മാടിത്തരം കാണിച്ചെന്നോ? ഒന്ന് തെളിച്ചു പറയടോ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ജഗൻ മാത്രമല്ല, ആ മാധവൻ നായരുടെ മോൾ തലതെറിച്ച പെണ്ണുണ്ടല്ലോ വന്ദന, അവളും ജഗനോടൊപ്പം ഉണ്ടായിരുന്നു. എന്താ മുത്തശ്ശി? എന്താ മുത്തശ്ശി? എന്താ എന്താ പ്രശ്നം? എല്ലാവരും പള്ളിയുറക്കം ഉണർന്നോ? വിളിച്ചുണർത്താൻ വന്നതാ ഞാൻ. പോത്തുപോലെ വളർന്ന രണ്ട് ആങ്ങളമാര് വന്ദനയ്ക്കുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരാപത്ത് വന്നപ്പോ സഹായിക്കാൻ ജഗനെ ഉണ്ടായിരുന്നുള്ളൂ. ഓരോരോ ബാധ്യതകൾ ഏറ്റെടുക്കുമ്പോഴേ വീട്ടുകാരുടെ സമ്മതം കൂടി ചോദിക്കണം. അല്ലാതെ വീട്ടിലുള്ളവരെ വെല്ലുവിളിച്ച് തനിഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുമ്പോ കൂട്ടിനാരും കടന്നു വരില്ല. വന്ദന തനിഷ്ടപ്രകാരമല്ലേ ദിയമോളെ ഏറ്റെടുത്ത് കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെ നോക്കുന്നു. വീമ്പിളക്കിയവളല്ലേ? അങ്ങനെയുള്ളവളുടെ ഒരു പ്രശ്നത്തിനും ഇടപെടേണ്ട കാര്യമില്ല. എന്തായാലും നഷ്ടപ്പെട്ട കുഞ്ഞിനെ തിരിച്ചു കിട്ടിയല്ലോ. അതിന് നിന്റെ മഹാമനസ്കതയൊന്നും വേണ്ടി വന്നില്ലല്ലോ. വെറുതെ നാക്കിട്ടടിക്കാതെ മിണ്ടായിരിക്കട. മുത്തശ്ശി ജഗ ഇരിക്കും മോനെ. അവിടെ ഈ കുഞ്ഞിനെ രക്ഷിച്ച് നിനക്ക് കോടി പുണ്യം കിട്ടും മോനെ. രാഖിയുടെ വീട്ടിൽ നിന്നല്ലേ കുഞ്ഞിനെ കിട്ടിയേ? ഒരു തുള്ളി വെള്ളം പോലെ ഈ കുഞ്ഞിന് കൊടുത്തു കാണില്ല. സുചിത്ര, കുഞ്ഞിന് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും മോളെ. ഇപ്പൊ ഉണ്ടാക്കാം അച്ഛമ്മ. വാ മോളെ. ചെല്ലേ മക്കളിയല്ലേ. ഗോകുൽ ചേട്ടനും വാ. ഏതായാലും അടുത്ത കാലത്തൊന്നും കുട്ടിയെ തട്ടിക്കൊണ്ടുപോവാൻ രാഖിയും സാഗറും ധൈര്യപ്പെടില്ല. എന്നാലും ദീമോളുടെ കാര്യത്തില് എല്ലാവർക്കും ഒരു പ്രത്യേക ശ്രദ്ധ വേണം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. മോനെ, നിന്നോട് എങ്ങനെ നന്ദി പറയണം എന്നെനിക്കറിയില്ല. ഈ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. അച്ഛാ, ഈ മുത്തശ്ശിയുടെയും നിങ്ങളുടെ ഒക്കെ സ്നേഹം മാത്രം മതി എനിക്ക്. ഇന്നലെ വൈകുന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ, നേരം വെളുത്തു. ഇനി യാത്ര പറയുന്നില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി മോനെ, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോ. വേണ്ടമ്മേ, അതൊക്കെ പിന്നീട് ഒരിക്കലാവാം. ശരി. എന്റെ ചേട്ടന് നിങ്ങൾ ആണുങ്ങളെ പോലെ അല്ല, സൂപ്പർ സ്റ്റാറാ. ഓ പിന്നെ സൂപ്പർ സ്റ്റാർ. അതെ, ഒന്ന് നിന്നേ. എന്താ വന്ദനെ, ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പോഴില്ല. എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സഹായ ജഗൻ ചെയ്തത്. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. നന്ദിയുണ്ട്. എന്റെ മുമ്പിൽ വന്ന് നന്ദി പറയുന്നത് വന്ദന തന്നെയാണോ എന്ന് എനിക്കൊരു സംശയം. അന്ന് ഭിക്ഷക്കാരിൽ നിന്ന് രക്ഷിച്ചത് മുതൽ ദൈവങ്ങളോട് ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യം എനിക്കുണ്ട്. വന്ദനയ്ക്ക് മാത്രമല്ല, ദൈവമോൾ എനിക്കും പ്രിയപ്പെട്ടവളാണ്.
ഭീമോൾക്കോ വന്ദനയ്ക്കോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എന്നെ അറിയിച്ചാൽ മതി. ഏത് സമയത്ത് ഞാനെത്തും. ഇത് ജഗന്റെ വാക്കാ. ആ അല്ലാതെ തന്നെ പല കാര്യത്തിൽ ഇടപെട്ട് മറ്റുള്ളവർക്ക് വേണ്ടി തല്ലും വഴക്കും ഉണ്ടാക്കുന്നവനാ ഞാൻ. പലപ്പോഴും ഞാൻ തല്ലുണ്ടാക്കുന്നത് കണ്ട് വന്ദന എന്നെ തെരുവുകൊണ്ടേയായും തെമ്മാടിയായിട്ടൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ വന്ദന? ഞാൻ റോഡിൽ കിടന്ന് തല്ലുണ്ടാക്കുന്നതിന്റെ ദേഷ്യവും വെറുപ്പും ഒക്കെ വന്ദനയുടെ മനസ്സിലുണ്ട്. കുറേശ്ശെയായിട്ട് ഞാൻ മാറ്റിയെടുത്തെങ്കിലും അതിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും വന്ദനയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് നല്ല കാര്യം ചെയ്താൽ പോലും വന്ദന മുഖം വീർപ്പിക്കുന്നതെന്ന് എനിക്കറിയാം. പിന്നെ തെറ്റിദ്ധാരണ വെച്ച് പരിഭവിക്കുന്ന വന്ദനയുടെ മുഖം, അത് കാണാൻ എനിക്കിഷ്ടമാണ്. കാമുകിയുടെ പരിഭവിക്കുന്ന മുഖം കാണാൻ ഏത് കാമുകനും ഇഷ്ടമാണ്. കണ്ടോ കണ്ടോ, വീണ്ടും ഭാവം മാറി തുടങ്ങി. മനസ്സിൽ എന്നോടുള്ള ഇഷ്ടക്കേടുകളൊക്കെ മാറ്റിവെച്ച് മനസ്സ് തുറന്നൊരു നോട്ടം, ഒരു പുഞ്ചിരി. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെ, ഇപ്പൊ വേണ്ട. എന്നോടുള്ള വെറുപ്പുകൾ എന്നേക്കുമായിട്ട് മാറ്റിവെച്ചിട്ട് എന്നെ നല്ലവനായിട്ട് കാണുന്ന ആ ദിവസം മാത്രം മതി. ആ പുഞ്ചിരി, ആ നോട്ടം. ഞാൻ പോട്ടെ. അയ്യോ, സാഗറാണല്ലോ. ഇവനെന്താ ഈ നേരത്ത്? ഹലോ സാഗറേ. ഹലോ. എന്താ പ്രശ്നം? അതെ, ഞാൻ വീട്ടിലുള്ളപ്പോ എന്നെ ഇങ്ങോട്ട് വിളിക്കരുതെന്ന് ഞാൻ പലതവണ തന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? വിളിക്കണമെന്ന് കരുതിയതല്ല. പിന്നെ? പക്ഷേ സാറിന്റെ മകൻ ജഗൻ എന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി തെമ്മാടിത്തരം കാണിക്കുമ്പോ ഫോൺ വിളിക്കാതെ പിന്നെ മറ്റെന്ത് മാർഗമുള്ളത്? അതോ അർദ്ധരാത്രി സമയത്ത്? എന്താണോ താൻ ഈ പറയുന്നത്? ജഗൻ അതിക്രമിച്ച് കയറി തെമ്മാടിത്തരം കാണിച്ചെന്നോ? ഒന്ന് തെളിച്ചു പറയടോ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ജഗൻ മാത്രമല്ല, ആ മാധവൻ നായരുടെ മോൾ തലതെറിച്ച പെണ്ണുണ്ടല്ലോ വന്ദന, അവളും ജഗനോടൊപ്പം ഉണ്ടായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.